ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ നെയ്യാണ്. ഈ നെയ്യൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് റാഗിപ്പൊടിയും 1/2 കപ്പ് റവയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഒത്തിരി സമയമൊന്നും എടുക്കില്ല, 2-3 മിനിറ്റ് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. കണ്ടോ, ഈ ഒരു പാകമായാൽ മതിയേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന റവയും റാഗിയും ഇല്ലേ, ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് പോയി കഴിയണ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇതിലേക്ക് ചേർക്കണത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് നനച്ചെടുക്കുകയും കൂടെ ചെയ്യാം. നമ്മുടെ പുട്ടുപൊടിയൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ. എനിക്കിത് നല്ലപോലെ നനച്ചെടുക്കാനായിട്ട് 6 ടേബിൾ സ്പൂൺ വെള്ളമാണ് വേണ്ടി വന്നത്. ഇതുപോലെ നനച്ചെടുക്കുന്ന സമയത്ത് ആദ്യമേ ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ കൂടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുക്കണതാണ് കേട്ടോ നല്ലത്. നല്ലപോലെ ഒന്ന് നനച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കാം. അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പഴയപടി ആകണ ഒരു പാകം. ഇനി ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് മാറ്റി വയ്ക്കുകയും കൂടെ ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പൊടിയൊക്കെ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ടുള്ളതാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു പാത്രമോ സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിലേക്ക് തന്നെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ പാത്രം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ്. അപ്പോഴേക്കും തന്നെ നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇത് നല്ല രുചിയുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഒരു തവണയിലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനലിൽ കുറേ ഹെൽത്തി ആയിട്ടുള്ള നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മളിവിടെ റെഡിയാക്കുന്നത് റാഗിപ്പൊടി കൊണ്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുകും കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കണ്ടോ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1 ടീസ്പൂൺ ഇഞ്ചിയും കുറച്ച് കശുവണ്ടിയും കൂടെ ചേർക്കാം. കശുവണ്ടി ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി. ഇനി 1 മിനിറ്റ് നേരം നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വലിയൊരു സവാള കണ്ടോ ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതും 1/4 കപ്പ് ക്യാരറ്റും 1/4 കപ്പ് ബീൻസും ആണ് ചേർക്കണത്. ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയാണ്. തേങ്ങ ചേർക്കുമ്പോൾ ഈ ഒരളവിൽ തന്നെ ചേർക്കണമെന്നില്ല, കുറച്ച് കൂടുതലായിട്ട് ചേർത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം മൂടി വെച്ച് 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറന്നു പോകരുതേ. ഇനി ഈ പച്ചക്കറിയിലേക്ക് ചേർക്കണത് നമ്മൾ നേരത്തെ ആവിയിൽ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ റാഗിപ്പൊടിയുടെ ആ മിക്സല്ലേ, അതാണേ. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ പൊടിയൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കണേ. ഇതുപോലെ ഡ്രൈ ആക്കിയിട്ടെടുത്താൽ നമ്മുടെ ഉപ്പുമാവ് കഴിക്കാനായിട്ട് അത്ര രസം ഉണ്ടാവില്ല. ഈ ഉപ്പുമാവ് നമുക്കൊന്ന് നനച്ചെടുക്കാം. അതിനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കണ്ടോ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ നമ്മൾ ഇതിലേക്ക് ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുതേ. ഇതുപോലെ കുറേശ്ശെ വെള്ളം തളിച്ചിട്ട് ഒഴിക്കണതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എനിക്കിത് നല്ലപോലെ നനഞ്ഞു കിട്ടാനായിട്ട് 1/2 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത്. വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കണേ. അപ്പോഴാണ് നമുക്ക് ആ പാകം മനസ്സിലാകുള്ളൂ. നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കണത്. മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമുണ്ടാവണമെന്നില്ലല്ലോ, ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇനി ഒരു 5 മിനിറ്റ് നേരം കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഉപ്പുമാവ്. നല്ലൊരു ടേസ്റ്റ് കൂടെ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. നെയ്യൊക്കെ ചേർക്കുമ്പോൾ ഈ ഒരളവിൽ തന്നെ ചേർക്കണമെന്നില്ല കേട്ടോ, കുറച്ച് കൂടുതലായിട്ട് ചേർത്താലും നല്ലത് തന്നെയാണ്.
ദാ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളിൽ കൂടുതൽ പേരും നമ്മുടെ റവ ഉപ്പുമാവ് ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ആയിരിക്കില്ലേ റാഗി ഉപ്പുമാവും തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് കുഴഞ്ഞ പരുവത്തിലല്ലേ കിട്ടുക. പക്ഷേ നമ്മളിവിടെ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ആവിയിൽ വേവിച്ചിട്ട് തയ്യാറാക്കണ കൊണ്ട് തന്നെ ഇതാ കണ്ടോ, ഇതുപോലെ ഒട്ടും കുഴഞ്ഞു പോകാത്ത നല്ല സോഫ്റ്റായിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഇത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഹെൽത്തിയുമാണല്ലോ. കുറച്ച് പേർക്കൊക്കെ ഇതുപോലെ ചെയ്യാനായിട്ട് അറിയുന്നുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്